Good morning all. നമ്മൾ ഇന്ന് റേഷ്യോ അനാലിസിസിന്റെ ഇല്ലസ്ട്രേഷൻസ് നോക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽക്കുലേറ്റ് കറണ്ട് അസറ്റ്സ് ഓഫ് എ കമ്പനി ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ. കുറച്ച് ഇൻഫർമേഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നിങ്ങളുടെ അടുത്ത് കറണ്ട് അസറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. കറണ്ട് റേഷ്യോ അല്ല, കറണ്ട് അസറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഇവിടെ എന്തൊക്കെ ഇൻഫർമേഷൻ തന്നേക്കുന്നത്? ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ 4 times തന്നിട്ടുണ്ട്. ഇൻവെൻട്രി അറ്റ് ദ എൻഡ് ഈസ് ₹20,000 മോർ ദാൻ ദ ഇൻവെൻട്രി ഇൻ ദ ബിഗിനിങ്. അതായത് ക്ലോസിംഗ് ഇൻവെൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പണിംഗ് ഇൻവെൻട്രിനേക്കാളും ₹20,000 കൂടുതലായിരിക്കും. അപ്പോൾ സപ്പോസ് ഓപ്പണിംഗ് ഇൻവെൻട്രി 10,000 ആണെങ്കിൽ ക്ലോസിംഗ് ഇൻവെൻട്രി 30,000 ഉണ്ടാവും. ഇനിയിപ്പോൾ ഓപ്പണിംഗ് ഇൻവെൻട്രി 50,000 ആണെങ്കിൽ ക്ലോസിംഗ് ഇൻവെൻട്രി പ്ലസ് 20,000. എത്രയാണോ ഓപ്പണിംഗ് ഇൻവെൻട്രി അതിൻ്റെ ഒപ്പം 20,000 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ക്ലോസിംഗ് ഇൻവെൻട്രി കിട്ടും. റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് ₹3 lakh ആൻഡ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഈസ് 20% ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ. അപ്പോൾ 3 lakh റവന്യൂ ഫ്രം ഓപ്പറേഷൻ തന്നിട്ടുണ്ട്, ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ 20% തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഗ്രോസ് പ്രോഫിറ്റും കാൽക്കുലേറ്റ് ചെയ്യാം. ഗ്രോസ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻസും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി തന്നേക്കുന്നത് എന്താ? കറണ്ട് ലയബിലിറ്റീസ് തന്നിട്ടുണ്ട് ₹40,000. ക്വിക്ക് റേഷ്യോ അല്ലെങ്കിൽ ലിക്വിഡ് റേഷ്യോ തന്നിട്ടുണ്ട് 0.75:1. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് വേണമെങ്കിൽ കറണ്ട് അസറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾക്ക് ഇവിടെ ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ വന്നിട്ടുണ്ട് അല്ലേ. ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോൻ്റെ ഫോർമുല എന്താ? കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെൻട്രി. അതാണ് ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോൻ്റെ ഫോർമുല. അപ്പോൾ നമ്മൾക്ക് ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇതിൽ നിന്ന് എന്തൊക്കെ കണ്ടുപിടിക്കാം? ആവറേജ് ഇൻവെൻട്രി കിട്ടും അല്ലേ. കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ നമുക്ക് ഓൾറെഡി ഇതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ 20% ആണെന്ന് തന്നിട്ടുണ്ട്. റവന്യൂ ഫ്രം ഓപ്പറേഷൻ 3 lakh ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ തന്നിട്ടുണ്ട്. അപ്പോൾ ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ തന്നിട്ടുണ്ട്, കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. അപ്പോൾ അത് രണ്ടും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ആവറേജ് ഇൻവെൻട്രി കണ്ടുപിടിക്കാം. ആവറേജ് ഇൻവെൻട്രി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ എന്ത് കണ്ടുപിടിക്കാം? ടോട്ടൽ ഇൻവെൻട്രിയും കണ്ടുപിടിക്കാം, ക്ലോസിംഗ് ഇൻവെൻട്രിയും കണ്ടുപിടിക്കാം. അപ്പോൾ ക്ലോസിംഗ് ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റിൻ്റെ ഒരു ഭാഗമാണ് അല്ലേ. അപ്പോൾ കറണ്ട് അസറ്റിൽ പെടുന്ന ഒരു കാര്യം നമുക്ക് കിട്ടും, ഒരു ഐറ്റം കിട്ടും. അങ്ങനെ ടോട്ടൽ നമുക്ക് കറണ്ട് അസറ്റും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം നമുക്ക് കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ റവന്യൂ ഫ്രം ഓപ്പറേഷൻ 3 lakh ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ 20%. അതായത് റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൻ്റെ 20% ആണ് ഗ്രോസ് പ്രോഫിറ്റ്. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഇൻറ്റു 100 അല്ലേ. അപ്പോൾ നമുക്ക് 3 lakhൻ്റെ 20% കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ നിന്ന് ആ ഗ്രോസ് പ്രോഫിറ്റ് ഡിഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് ഇവിടെ എത്ര? 3 lakh ഇൻറ്റു 20%, അതായത് 60,000. ഇനി 3 lakhൽ നിന്ന് ആ 60,000 കുറച്ച് കഴിഞ്ഞാൽ 2,40,000. അത് നമ്മൾക്ക് എന്താ? കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ കിട്ടി. ഇനി ഈ ക്വസ്റ്റനിൽ ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ 4 times ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോൻ്റെ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെൻട്രി. ഇപ്പോൾ നമ്മൾക്കിതിൽ ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ അറിയാം, കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് അറിയാം. നമ്മൾക്ക് ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ രണ്ട് കാര്യം തന്നു കഴിഞ്ഞാൽ മൂന്നാമത്തെ കാര്യം നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ആവറേജ് ഇൻവെൻട്രി കാണാൻ കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് ഡിവൈഡഡ് ബൈ 4. അതെങ്ങനെയാണ്? ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ ഈസ് ഈക്വൽ ടു 4 ഈസ് ഈക്വൽ ടു 2,40,000 ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെൻട്രി. അപ്പോൾ ആവറേജ് ഇൻവെൻട്രിനെ ഇപ്പുറത്തെ സൈഡിലോട്ട് എടുത്തു, 4നെ ഇപ്പുറത്തെ സൈഡിൽ കൊടുത്തു. അപ്പോൾ ഡിവൈഡ് ചെയ്യണം അല്ലേ. അപ്പോൾ 2,40,000 ഡിവൈഡഡ് ബൈ 4 ഈസ് ഈക്വൽ ടു 60,000. അപ്പോൾ നമുക്ക് ആവറേജ് ഇൻവെൻട്രി കിട്ടി, 60,000 എന്ന് കിട്ടി. ആവറേജ് ഇൻവെൻട്രിയുടെ ഫോർമുല എന്താ? ഓപ്പണിംഗ് ഇൻവെൻട്രി പ്ലസ് ക്ലോസിംഗ് ഇൻവെൻട്രി ഡിവൈഡഡ് ബൈ 2 അല്ലേ. നമ്മൾക്കിവിടെ ഓപ്പണിംഗ് ഇൻവെൻട്രിയും അറിയില്ല, ക്ലോസിംഗ് ഇൻവെൻട്രിയും എത്രയാണെന്ന് അറിയില്ല. ആവറേജ് ഇൻവെൻട്രി അറിയാം. ആവറേജ് ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് പ്ലസ് ക്ലോസിംഗ് ഡിവൈഡഡ് ബൈ 2 ആണെന്ന് പറയാം. അപ്പോൾ നമുക്ക് അഡീഷണൽ ആയിട്ട് ഇൻഫർമേഷൻ തന്നേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പണിംഗ് ഇൻവെൻട്രിനേക്കാളും 20,000 കൂടുതലായിരിക്കും എന്ത്? ക്ലോസിംഗ് ഇൻവെൻട്രി. അപ്പോൾ ആവറേജ് ഇൻവെൻട്രി 60,000 ഈസ് ഈക്വൽ ടു ഓപ്പണിംഗ് ഇൻവെൻട്രി പ്ലസ് ക്ലോസിംഗ് ഇൻവെൻട്രി ഡിവൈഡഡ് ബൈ 2. ഈ ക്ലോസിംഗ് ഇൻവെൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പണിംഗ് ഇൻവെൻട്രി പ്ലസ് 20,000. അപ്പോൾ ഫോർമുല ഒന്നും കൂടി മാറ്റി എഴുതുകയാണെന്നുണ്ടെങ്കിൽ 60,000 ഈസ് ഈക്വൽ ടു ഓപ്പണിംഗ് ഇൻവെൻട്രി പ്ലസ് ഓപ്പണിംഗ് ഇൻവെൻട്രി പ്ലസ് 20,000. അതായത് ക്ലോസിംഗ് ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് ഇൻവെൻട്രി പ്ലസ് 20,000 ആണ് അല്ലേ. അപ്പോൾ ഓപ്പണിംഗ് ഇൻവെൻട്രി പ്ലസ് ഓപ്പണിംഗ് ഇൻവെൻട്രി പ്ലസ് 20,000 ഹോൾ ഡിവൈഡഡ് ബൈ 2. അതാണ് ആവറേജ് ഇൻവെൻട്രി. അപ്പോൾ നമുക്ക് ഓപ്പണിംഗ് ഇൻവെൻട്രി പ്ലസ് ഓപ്പണിംഗ് ഇൻവെൻട്രി 2 ഓപ്പണിംഗ് ഇൻവെൻട്രി പ്ലസ് 20,000 ഹോൾ ഡിവൈഡഡ് ബൈ 2 ഓപ്പണിംഗ് ഇൻവെൻട്രി പ്ലസ് 20,000 ഡിവൈഡഡ് ബൈ 2. ഇനി അത് നമ്മൾക്ക് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ
ഓപ്പണിംഗ് ഇൻവെൻട്രി പ്ലസ് 10,000 ആവും അല്ലേ. 2 ഓപ്പണിംഗ് ഇൻവെൻട്രി ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് ഇൻവെൻട്രി പ്ലസ് 20,000, അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10,000. അപ്പോൾ 60,000 ഈസ് ഈക്വൽ ടു ഓപ്പണിംഗ് ഇൻവെൻട്രി പ്ലസ് 10,000. ഇനി ഓപ്പണിംഗ് ഇൻവെൻട്രി കാണാൻ എന്ത് ചെയ്യണം, ഈക്വൽ ടുവിൻ്റെ ഇപ്പുറത്ത് കൊണ്ടുവരണം. അപ്പോൾ ഓപ്പണിംഗ് ഇൻവെൻട്രിന് ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ ഈ 60,000 എന്ത് ചെയ്യണം, അല്ല ഈ 10,000 എന്ത് ചെയ്യണം, മൈനസ് ആക്കണം അല്ലേ. അപ്പോൾ ഓപ്പണിംഗ് ഇൻവെൻട്രി ഈസ് ഈക്വൽ ടു 60,000 മൈനസ് 10,000 50,000. അപ്പോൾ നിങ്ങൾക്ക് ഓപ്പണിംഗ് ഇൻവെൻട്രി കിട്ടി. ഇനി ഇൻഫർമേഷനിൽ പറഞ്ഞേക്കുന്ന ഓപ്പണിംഗ് ഇൻവെൻട്രിനേക്കാളും 20,000 കൂടുതലായിരിക്കും ക്ലോസിംഗ് ഇൻവെൻട്രി. അപ്പോൾ ഓപ്പണിംഗ് ഇൻവെൻട്രി പ്ലസ് 20,000, അതായത് 50,000 പ്ലസ് 20,000 70,000 വിൽ ബി ക്ലോസിംഗ് ഇൻവെൻട്രി. അപ്പോൾ നിങ്ങൾക്ക് കറണ്ട് അസറ്റിൽ ഒരു ഐറ്റം കിട്ടി. ഇനി നിങ്ങൾക്ക് എന്താ തന്നേക്കുന്നത്, ക്വിക്ക് റേഷ്യോ തന്നിട്ടുണ്ട്, കറണ്ട് ലയബിലിറ്റീസും തന്നിട്ടുണ്ട്. ക്വിക്ക് റേഷ്യോൻ്റെ ഫോർമുല എന്താ, അല്ലെങ്കിൽ ലിക്വിഡ് റേഷ്യോൻ്റെ ഫോർമുല ലിക്വിഡ് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ്. ലിക്വിഡ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് അസറ്റ്സ് മൈനസ് ഇൻവെൻട്രി. ടോട്ടൽ കറണ്ട് അസറ്റിൽ നിന്ന് ഇൻവെൻട്രി കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ലിക്വിഡ് അസറ്റ് കിട്ടും അല്ലേ. അപ്പോൾ ഈ റേഷ്യോയിൽ നിങ്ങൾക്ക് ലിക്വിഡ് റേഷ്യോ അറിയാം എത്രയാണ്, അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 0.75. ലിക്വിഡ് അസറ്റ് എത്രയാണെന്ന് പക്ഷേ നിങ്ങൾക്ക് അറിയില്ല അല്ലേ. അപ്പോൾ ലിക്വിഡ് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ് അറിയാം 40,000 എടുക്കുക, ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ലിക്വിഡ് അസറ്റ് ഈസ് ഈക്വൽ ടു 40,000 ഇൻറ്റു 0.75. ഇപ്പോൾ എത്രയാണ് 30,000. അപ്പോൾ ലിക്വിഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ 30,000 ആണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ക്വസ്റ്റ്യനിൽ ലിക്വിഡ് അസറ്റ് കണ്ടുപിടിക്കാനല്ല പറഞ്ഞേക്കുന്നത്, കറണ്ട് അസറ്റ്. അപ്പോൾ ലിക്വിഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റ് മൈനസ് ഇൻവെൻട്രി ആണ്. അപ്പോൾ ലിക്വിഡ് അസറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ ലിക്വിഡ് അസറ്റ് പ്ലസ് ക്ലോസിംഗ് ഇൻവെൻട്രി. അപ്പോൾ 30,000 പ്ലസ് 70,000 1 lakh ആണ് കറണ്ട് അസറ്റ്. ഓക്കെ, ഇനി വേറൊരു ഇല്ലസ്ട്രേഷൻ. ദ കറണ്ട് റേഷ്യോ ഈസ് 2.5:1. കറണ്ട് അസറ്റ്സ് ആർ 50,000 ആൻഡ് കറണ്ട് ലയബിലിറ്റീസ് ആർ ₹20,000. How much must be the decline in the current assets to bring the ratio to 2:1? ഇവിടെ കറണ്ട് റേഷ്യോ 2.5 ആണെന്ന് തന്നിട്ടുണ്ട്. 2.5 ആവാൻ വേണ്ടി കറണ്ട് അസറ്റ് 50,000 ഉണ്ട്, കറണ്ട് ലയബിലിറ്റീസ് 20,000 ഉണ്ട്. കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത് കറണ്ട് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ്, അതായത് 50,000 ഡിവൈഡഡ് ബൈ 20,000, അതാണ് 2.5. നിങ്ങളുടെ അടുത്ത് ചോദിച്ചേക്കുന്നത് കറണ്ട് റേഷ്യോ 2:1 ആകാൻ വേണ്ടി എത്ര കറണ്ട് അസറ്റ് കുറയണം. ഇവിടെ 50,000 ഉണ്ട്, അതിൽ നിന്ന് എത്ര കുറഞ്ഞാൽ കറണ്ട് റേഷ്യോ 2:1 ആകും. അത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ആ ഫോർമുല ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത് കറണ്ട് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ് അല്ലേ. ഇവിടെ 50,000 ഡിവൈഡഡ് ബൈ 20,000. അപ്പോൾ നിങ്ങൾക്ക് എത്ര ആവണം, കറണ്ട് റേഷ്യോ 2 ആവണം. അപ്പോൾ കറണ്ട് റേഷ്യോ 2 ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ് 20,000. അതായത് കറണ്ട് അസറ്റിലാണ് നമുക്ക് വേരിയേഷൻ വേണ്ടത്, ചേഞ്ച് വേണ്ട, എത്രയാണ് ഡിക്ലൈൻ വേണ്ടതെന്ന് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ കറണ്ട് ലയബിലിറ്റീസിൽ നമ്മൾ ചേഞ്ച് വരുത്തുന്നില്ല. കറണ്ട് റേഷ്യോ നമ്മൾക്കറിയാം 2 ആണ്, 2 ആണ് നമുക്ക് വേണ്ടത് അല്ലേ. അപ്പോൾ കറണ്ട് റേഷ്യോൻ്റെ ഫോർമുലയിൽ കറണ്ട് റേഷ്യോ 2 കൊടുക്കുക, ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ് ഹോൾ ഡിവൈഡഡ് ബൈ 20,000. ഇനി കറണ്ട് അസറ്റ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ കറണ്ട് അസറ്റിന് ഈക്വൽസിൻ്റെ അപ്പുറത്ത് കൊണ്ടുവരിക, 2 മൾട്ടിപ്ലൈഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ്, അതായത് 20,000. 2 ഇൻറ്റു 20,000 40,000. അപ്പോൾ 40,000 ആണ് നിങ്ങൾക്ക് കറണ്ട് അസറ്റ് വേണ്ടത്. എങ്ങനെയാണ് കറണ്ട് റേഷ്യോ 2 ആവണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ എത്ര ഡിക്ലൈൻ വേണം കറണ്ട് അസറ്റിൽ, ഇപ്പോൾ 50,000 ഉണ്ട് അല്ലേ. 40,000 വന്നാലേ കറണ്ട് അസറ്റ് 40,000 വന്നാലേ 2 ആവുള്ളൂ. അപ്പോൾ 50,000 മൈനസ് 40,000 10,000. അപ്പോൾ നെസസറി ഡിക്ലൈൻ അല്ലെങ്കിൽ കറണ്ട് അസറ്റിൽ വരുത്തേണ്ട ഡിക്ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000 റുപ്പീസിൻ്റെ ഡിക്ലൈനാണ് വരുത്തേണ്ടത്. ഓക്കെ, അടുത്ത illustration. From the following information given by a company from its books of account as on 31st March 2015, calculate current ratio, liquid ratio, debt equity ratio, interest coverage ratio, ITR. ഇത്രയും കാര്യങ്ങൾ 5 കാര്യങ്ങളാണ് നമുക്ക്, 5 റേഷ്യോസ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, ആദ്യം തന്നെ കറണ്ട് റേഷ്യോ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. കറണ്ട് റേഷ്യോൻ്റെ ഫോർമുല എന്ന് പറയുന്നത് കറണ്ട് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ്. ഇവിടെ ഇൻഫർമേഷനിൽ കുറേ ഐറ്റംസ് തന്നിട്ടുണ്ട്. അതിൽ കറണ്ട് ലയബിലിറ്റീസ് എത്രയാണ്, 1 lakh തന്നിട്ടുണ്ട്. കറണ്ട് അസറ്റും ഡയറക്റ്റ് തന്നിട്ടുണ്ടല്ലോ 1,60,000. അപ്പോൾ കറണ്ട് റേഷ്യോ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി അല്ലേ. 1,60,000 ഡിവൈഡഡ് ബൈ 1 lakh എത്രയാണ്, 1.6:1. ഇനി നിങ്ങളുടെ അടുത്ത് പറഞ്ഞേക്കുന്നത് ലിക്വിഡ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം. ലിക്വിഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ലിക്വിഡ് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ്. ലിക്വിഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റ്സ് മൈനസ് ഇൻവെൻട്രി അല്ലേ. ഇവിടെ കറണ്ട് അസറ്റ്സ് എത്രയുണ്ട്, 1,60,000 ഉണ്ട്. ഇൻവെൻട്രിയോ 1 lakh. അപ്പോൾ 1,60,000 മൈനസ് 1,60,000 ആണ് ലിക്വിഡ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി കറണ്ട് ലയബിലിറ്റി അതിൽ വേരിയേഷൻ ഒന്നും വരുത്തേണ്ട, മുന്നേ എടുത്ത് തന്നെ 1 lakh. അപ്പോൾ 160,000 ഡിവൈഡഡ് ബൈ 1 lakh, അതാണ് ലിക്വിഡ് റേഷ്യോ, അതായത് 0.6:1. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ഡെറ്റ് ഇക്വിറ്റി റേഷ്യോൻ്റെ ഫോർമുല എന്താ, ലോങ് ടേം ഡെറ്റ്സ് ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഇവിടെ ലോങ് ടേം ഡെറ്റ്സ് എന്തൊക്കെയാണ് ഉള്ളത്,
ഈ ഒരു തന്നേക്കുന്ന ഇൻഫർമേഷനിൽ ലോങ് ടേം ഡെറ്റ്സ് ആയിട്ട് 13% ഡിബഞ്ചേഴ്സ് മാത്രമേ ഉള്ളൂ അല്ലേ? എത്രയാണ്? 3 lakh rupees. ഇനി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? ക്യാപിറ്റൽ പ്ലസ് റിസോഴ്സ് ആൻഡ് സർപ്ലസ്. ഇവിടെ പക്ഷേ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട് എത്രയാണ്? 4 lakh. അപ്പോൾ 3 lakh ഡിവൈഡഡ് ബൈ 4 lakh 0.75. ഇതാണ് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. 0.75:1. ഇനി നിങ്ങളുടെ അടുത്ത് പറഞ്ഞേക്കുന്ന ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം. ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോർമുല എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ ഇൻട്രസ്റ്റ് ഓൺ ലോങ് ടേം ഡെറ്റ്സ്. ഇവിടെ നിങ്ങൾക്ക് ബിഫോർ ടാക്സ് മാത്രമേ തന്നിട്ടുള്ളൂ. നമുക്ക് ഇൻട്രസ്റ്റിന് മുന്നേ കണ്ടുപിടിക്കണം. ഇൻട്രസ്റ്റ് ഡിഡക്ട് ചെയ്യുന്നതിന് മുന്നേ ഉള്ള പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇൻട്രസ്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഇവിടെ 13% ഡിബഞ്ചേഴ്സ് ഉണ്ട് അല്ലേ? 3 lakh ആണ് ഡിബഞ്ചേഴ്സ്. അതിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 3 lakh × 13%, അതായത് 39,000 ആണ് ഇൻട്രസ്റ്റ്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സിൻ്റെ ഒപ്പം 39,000 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് കിട്ടും. അപ്പോൾ 3,51,000 പ്ലസ് 39,000, അതായത് 3,90,000 ആണ് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. ഇനി ഇൻട്രസ്റ്റ് ഓൺ ലോങ് ടേം ഡെറ്റ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇൻട്രസ്റ്റ് 39,000. അപ്പോൾ 3,90,000 ഡിവൈഡഡ് ബൈ 39,000, അതായത് 10 times. അതാണ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ എന്ന് പറഞ്ഞാൽ. ഓക്കെ, എല്ലാം ഡയറക്റ്റ് ആയിട്ട് അതിൽ തന്നിട്ടുണ്ട്. ഇനി അഞ്ചാമത്തെ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ. ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഫോർമുല എന്താ? കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻസ്. കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് ലെസ് ഗ്രോസ് പ്രോഫിറ്റ് അല്ലേ? കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെൻട്രി ആണ് ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോൻ്റെ ഫോർമുല. അപ്പോൾ ഇവിടെ കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ തന്നിട്ടുണ്ടോ? ഇവിടെ ഡയറക്റ്റ് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ 5 lakh. ഇനി നമുക്ക് എന്താ വേണ്ടത്? ആവറേജ് ഇൻവെൻട്രി. ആവറേജ് ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ ഇവിടെ ക്ലോസിംഗ് ഇൻവെൻട്രി മാത്രമേ തന്നുള്ളൂ. അപ്പോൾ അത് തന്നെയായിട്ട് എടുക്കാം. 1 lakh. അപ്പോൾ 5 lakh ഡിവൈഡഡ് ബൈ 1 lakh. എത്രയാണ് ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ? 5 times. ഓക്കെ, ഇനി വേറൊരു ഇല്ലസ്ട്രേഷൻ എന്ന് പറയുന്നത് ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് EPS, ബുക്ക് വാല്യൂ പെർ ഷെയർ, ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ, പ്രൈസ് ഏർണിംഗ് റേഷ്യോ. താഴെ കുറച്ച് ഐറ്റംസ് വന്നിട്ടുണ്ട്. 70,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 each, 7 lakh. നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ബട്ട് ബിഫോർ ഡിവിഡൻഡ് 1,75,000. മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർ ₹13. ഡിവിഡൻഡ് ഡിക്ലെയർഡ് 15%. ഓക്കെ, ആദ്യം നമുക്ക് ഏർണിംഗ്സ് പെർ ഷെയർ കാൽക്കുലേറ്റ് ചെയ്യാം. അതിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് അവൈലബിൾ ഫോർ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. അപ്പോൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഏർണിംഗ്സ് പെർ ഷെയർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്രോഫിറ്റ് എത്രയാണോ അതിൽ നിന്ന് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് വെച്ച് ഡിവൈഡ് ചെയ്ത് എന്ത് കിട്ടും? ഏർണിംഗ്സ് പെർ ഷെയർ കിട്ടും. അപ്പോൾ ഇവിടെ ആഫ്റ്റർ ടാക്സ് ബട്ട് ബിഫോർ ഡിവിഡൻഡ്, അതായത് പ്രിഫറൻസ് ഡിവിഡൻഡ്, ഇവിടെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഇല്ല, അതുകൊണ്ട് വേറെ ഇനി ഈ ഡിവിഡൻഡ് ലെസ് ചെയ്യേണ്ട കാര്യമില്ല അല്ലേ? അപ്പോൾ എല്ലാം ഡിഡക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് 1,75,000 ആണ്. നമ്പർ ഓഫ് ഷെയർസ് എത്ര ഇവിടെ തന്നിട്ടുണ്ട്? 70,000. അപ്പോൾ 1,75,000 ഡിവൈഡഡ് ബൈ 70,000 2.5 rupees. അതാണ് ഏർണിംഗ്സ് പെർ ഷെയർ. ഇനി ബുക്ക് വാല്യൂ പെർ ഷെയർ കാൽക്കുലേറ്റ് ചെയ്യാൻ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. ഇവിടെ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്സ് അല്ലേ പറഞ്ഞേക്കുന്നത്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. അപ്പോൾ ബുക്ക് വാല്യൂ പെർ ഷെയർ എപ്പോഴും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ടാണ് യൂസ് ചെയ്യുന്നത് ന്യൂമറേറ്റർ ആയിട്ട്. അപ്പോൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. ഇവിടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള ഫണ്ട് എത്രയാണ്? ക്യാപിറ്റൽ ഉണ്ട്, പ്രോഫിറ്റ് പോർഷൻ ഉണ്ട് അല്ലേ? 7 lakh പ്ലസ് 1,75,000, 8,75,000. നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ആണ് 70,000. അപ്പോൾ 8,75,000 ഡിവൈഡഡ് ബൈ 70,000 12.5 rupees ആണ് ബുക്ക് വാല്യൂ പെർ ഷെയർ. ഇനി ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം. ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ ഡിവിഡൻഡ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ ഏർണിംഗ്സ് പെർ ഷെയർ. ഇവിടെ ഡിവിഡൻഡ് പെർ ഷെയർ എത്രയാണ് തന്നേക്കുന്നത്? ഒരു ഷെയറിൻ്റെ വില എന്ന് പറഞ്ഞാൽ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് ഫേസ് വാല്യൂവിൻ്റെ മുകളിലാണ് എപ്പോഴും ഡിവിഡൻഡ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഫേസ് വാല്യൂ ഒരു ഷെയറിൻ്റെ 10 rupees ആണ്. പിന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് 15% ആണ് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തേക്കുന്നത്. അപ്പോൾ 10 × 15% ആയിരിക്കും എന്ത്? ഡിവിഡൻഡ് അല്ലേ? അപ്പോൾ 10 × 15%, ദാറ്റ് ഈസ് 1.5 rupees. ഇതാണ് ഡിവിഡൻഡ് പെർ ഷെയർ. ഇനി ഡിവൈഡഡ് ബൈ ഏർണിംഗ്സ് പെർ ഷെയർ നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്തു 2.5 rupees. അപ്പോൾ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ഈസ് 1.5 ഡിവൈഡഡ് ബൈ 2.5, 0.6 ആണ് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ എന്ന് പറയുന്നത്. ഇനി പ്രൈസ് ഏർണിംഗ് റേഷ്യോ. പ്രൈസ് ഏർണിംഗ് റേഷ്യോ എന്ന് പറയുന്നത് പ്രൈസ് ഡിവൈഡഡ് ബൈ ഏർണിംഗ്സ്, അതായത് മാർക്കറ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ ഏർണിംഗ്സ് പെർ ഷെയർ. ഇവിടെ മാർക്കറ്റ് പ്രൈസ് ഓഫ് എ ഷെയർ എത്രയാണ് തന്നേക്കുന്നത്? ₹13. നമ്മൾ ഏർണിംഗ്സ് പെർ ഷെയർ ആദ്യം കാൽക്കുലേറ്റ് ചെയ്തു 2.5. അപ്പോൾ പ്രൈസ് ഏർണിംഗ് റേഷ്യോ ഈസ് ഈക്വൽ ടു 13 ഡിവൈഡഡ് ബൈ 2.5, അതായത് ₹5.20. ഇതാണ് റേഷ്യോ അനാലിസിസ് ചാപ്റ്റർ. ഇനി കുറച്ച് പ്രോബ്ലംസ് ഞാൻ തരും, ഇത് നിങ്ങൾ തനിയെ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്കൊരു പ്രാക്ടിക്കൽ പ്രോബ്ലംസ് വിത്ത് സൊല്യൂഷൻസ് ഞാൻ തരും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. നമ്മൾ ഈ ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യണം. താങ്ക് യു.